നമസ്കാരം. PSC സെൽഫ് സ്റ്റഡി സ്ക്വാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 9 നടന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ എക്സാം അനാലിസിസും എക്സ്പെക്റ്റഡ് കട്ട് ഓഫും ആണ് പറയാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു, എത്ര മാർക്ക് ഉണ്ടായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ആദ്യത്തെ സ്റ്റേജിനെ വെച്ച് നോക്കുമ്പോൾ എക്സാം കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു ടഫായിട്ടാണ് നമ്മുടെ ഒരു അനാലിസിസ് വെച്ചിട്ട് തോന്നുന്നത്. ഫസ്റ്റ് സ്റ്റേജിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു പടി ഉയർന്നു നിൽക്കുന്ന എക്സാം തന്നെയായിരുന്നു. സയൻസ് ചോദ്യങ്ങളൊക്കെ കുറച്ചും കൂടെ സ്റ്റാൻഡേർഡാക്കി. അതുപോലെ മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് സ്റ്റേജിലെ എക്സാമിലായിരുന്നെങ്കിൽ മലയാളമൊക്കെ ഡയറക്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചത്. ഇവിടെയും പ്രീവിയസ് ഇയർ തന്നെയാണ് ചോദിച്ചതെങ്കിൽ പോലും കുറച്ചും കൂടെ വായിച്ചു മനസ്സിലാക്കി സമയമെടുത്ത് ചെയ്യേണ്ട ചോദ്യങ്ങളായിരുന്നു. കുറച്ചും കൂടെ സ്റ്റാൻഡേർഡ് ലെവലുള്ള പരീക്ഷയായിരുന്നു ഓവറോൾ നോക്കുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്കിനി ഓരോ ജില്ലകളുടെയും എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എത്രയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിലൊരു 59 മാർക്കിനും 64നും ഇടയ്ക്കാണ് കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റ് 2 ജില്ലകളുടെ കട്ട് ഓഫ് അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ചെയ്തപ്പോഴത്തേക്കും ഞാനൊരു 58 തുടങ്ങി 70 താഴെ 69 വരെയുള്ള റേഞ്ചിലാണ് കട്ട് ഓഫ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു 55 റേഞ്ച് ടു 65 എല്ലാ ജില്ലകളുടെയും എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്. എക്സാം ഒരു പടിയും കൂടെ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് ഒരു 55 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത് 65 വരെ കട്ട് ഓഫ് പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ 59നും 64നും ഇടയ്ക്ക് കട്ട് ഓഫ് വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ആലപ്പുഴയിലാണ് 57 മാർക്ക് ടു 63 ആലപ്പുഴ ജില്ലയിലെ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്. ദെൻ ഇടുക്കിയിൽ കുറച്ചും കൂടെ കട്ട് ഓഫ് റേഞ്ച് താഴ്ന്നു നിൽക്കും. ഒരു 55 സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. 55 മുതൽ 60 വരെയാണ് ഇടുക്കി ജില്ലയിലെ കട്ട് ഓഫ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് എറണാകുളത്തിലും ഒരു 59, 64 ആ ഒരു റേഞ്ചിലാണ് കട്ട് ഓഫ് ചാൻസ് വരാനുള്ള ചാൻസ് കൂടുതൽ. പാലക്കാട് 59നും 65നും ഇടയ്ക്കുള്ള കട്ട് ഓഫാണ് വരുന്നത്. പാലക്കാട് 65 വരെ പോകാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വയനാട് 55നും 60നും ഇടയ്ക്ക് കട്ട് ഓഫ് വരാം. വയനാട് 55 സ്റ്റാർട്ട് ചെയ്യാം. കണ്ണൂർ 59 ടു 63, കണ്ണൂർ ഒരു 59 മുതൽ 63 വരെ കട്ട് ഓഫ് റേഞ്ച് പ്രതീക്ഷിക്കുന്നു. കാസർഗോഡ് 57നും 61നും ഇടയ്ക്ക്. അപ്പോൾ ഇത് അറിയാമല്ലോ, ആർക്കും PSCയുടെ കട്ട് ഓഫ് എത്രയാണെന്ന് കറക്റ്റ് പ്രവചിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ഒരു പോളുകളുടെയും നമുക്ക് കിട്ടിയ ആ ഒരു വിവരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ, അതായത് സ്റ്റുഡൻസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കട്ട് ഓഫ് അനാലിസിസിലേക്ക് എത്തുന്നത്. പിന്നെ ഒരു എക്സാമിൻ്റെ സ്റ്റാൻഡേർഡും കൂടെ നോക്കിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു 55 തുടങ്ങി ഒരു 65 വരെയാണ് ഞാനിപ്പോൾ പറയുന്നത് ഒരു മാക്സിമം. ഫസ്റ്റ് സ്റ്റേജിൽ ഒരു 69 വരെ പറഞ്ഞിരുന്നു ഓഗസ്റ്റ് 2 നടന്ന പരീക്ഷയിൽ. ഇപ്പോൾ ഒരു 65 വരെയാണ് മാക്സിമം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കേണ്ട. കട്ട് ഓഫും റിസൾട്ടൊക്കെ വരുമ്പോൾ വന്നോളും. അടുത്തത് എന്താണ് എന്നാലോചിച്ച് നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സൗജന്യ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിലൂടെയും ടെലിഗ്രാം ചാനലിലൂടെയും നൽകുന്നതായിരിക്കും, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ നൽകിയതുപോലെ. അപ്പോൾ ആ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചേക്കുക. അതുപോലെ ടെലിഗ്രാം ചാനലിലും കൂടെ ജോയിൻ ആവുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ജോയിൻ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കാതെ അടുത്തത് എന്താണ് എന്ന് നോക്കി പഠിക്കുക. PSC നിങ്ങളുടെ വിഷമമാണെന്നും പറഞ്ഞിട്ട് PSC കട്ട് ഓഫ് കുറയ്ക്കുകയോ ഒന്നും ചെയ്യത്തില്ല അല്ലേ. നല്ല മാർക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധറാവണ്ട. വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നോക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇതിൽ പറ്റിയ പോരായ്മകൾ മനസ്സിലാക്കിക്കൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.